ചായ ഇട്ട ഉടൻ തന്നെ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 1 കപ്പ് പരിപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും ഏകദേശം 1.25 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചതാണ്. ഒരു 2 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കും. അപ്പോൾ എൻ്റെ കയ്യിലൊരു 3 മുരിങ്ങക്കായ ഉണ്ടായിരുന്നു. അപ്പം മുരിങ്ങക്കായയും പച്ചമുളകും കൂടി ഞാനിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. മുരിങ്ങക്കായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കൈപ്പിടി തേങ്ങ എടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചെറിയ ജീരകവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ചെറിയ ചുവന്നുള്ളിയും ഇതുപോലെ ഒരു 4 ചെറിയ പീസ് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ. ഇത്രയും കൂടി ഇട്ടിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം വെള്ളം കുറച്ചൊഴിച്ച് നമ്മളിത് അരച്ചെടുക്കാവൂ, അല്ലെങ്കിൽ ഇത് തേങ്ങ അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. ഇതാ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, പരിപ്പെന്ന് പറയുമ്പം ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ, തോല് കളഞ്ഞ് ചെറുപയർ പരിപ്പാണ് ഞാനിവിടെ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പരിപ്പ് ദേ ഈ മുരിങ്ങക്കായുടെ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കുക്കറിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലും മാത്രമേ കറക്റ്റ് പരുവത്തിൽ നമുക്ക് ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതേ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അരപ്പ് ഇത്രയും മതിയാകും, ഇതിൽ കൂടുതൽ വേണ്ട. അരപ്പ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കറിക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടിട്ട്, അപ്പോൾ സവോള ഒന്ന് കുഞ്ഞുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ഒരു 7-8 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. അതുപോലെ തന്നെ നമുക്ക് തക്കാളി വേണം. അപ്പോൾ തക്കാളി അത്രയും ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല, ഈ ഒരു സൈസിന് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തക്കാളി ഫുള്ളായിട്ട് ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ദേ കറി ഇവിടെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുപയർ പരിപ്പായതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ഒരു കുറുക്കം കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഇവിടെ തിളച്ചിരിക്കുന്ന ഈ കറി ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി താളിക്കാൻ വേണ്ടി പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കണം. വറ്റൽ മുളകൊക്കെ ഇടുമ്പോഴാണ് ഒരു കറിക്ക് നല്ല ഒരു മണവും സ്വാദും ഒക്കെ ഉണ്ടാകുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിലെ അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അതിവിടെ ഇളക്കി ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ദേ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിലും നല്ല മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ തക്കാളിയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ പരിപ്പിലേക്ക് ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി മുരിങ്ങയ്ക്ക ഇട്ട പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കിത് നമുക്ക് ഒറോട്ടിക്ക്, ചപ്പാത്തിക്ക്,
ഇടിയപ്പത്തിന് ഒക്കെ പറ്റിയ നല്ല ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എന്താ നല്ല ചൂട് കറിയാണിത്. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ കറി ഒന്ന് അടച്ച് മാറ്റി വെക്കുന്നു. ഇതിനിടയിൽ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചപ്പാത്തി ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. കാരണം ഉച്ചയ്ക്കും ഇവർ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഇവിടെ ചോറ് കഴിക്കുന്നത് ഞാൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാനൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചപ്പാത്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കറികളൊക്കെ നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ അതാ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡിയായ ചപ്പാത്തി തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാസറോളിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചപ്പാത്തിയും നമ്മളുടെ ഇന്നത്തെ ഈ പരിപ്പ് കറിയും നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയില ഉണ്ടെങ്കിൽ മുരിങ്ങയില കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സൂപ്പറാവും. അപ്പോൾ ചപ്പാത്തി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് ഞാൻ തേങ്ങ ചിരകുന്നത്. എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു ജോലിയാണ് ഈ തേങ്ങ ചിരകൽ എന്ന് പറയുന്നത്. അപ്പോൾ തോരന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ തേങ്ങ കയ്യിലില്ലായിരുന്നു. അതാണ് ഞാനിപ്പം ചിരകിയെടുക്കുന്നത്. പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 3-4 വെളുത്തുള്ളി അല്ലിയും ചുവന്നുള്ളിയും പിന്നെ കുറച്ച് തേങ്ങയും ഇട്ടിട്ട് പിന്നെ ഒരു പച്ചമുളക്, 1 ടീസ്പൂണോളം ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കിയെടുക്കും. ഒരുപാട് ഇത് അരയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. കായ ഇവിടെ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. വെള്ളമെല്ലാം വറ്റി കറക്റ്റായിരുന്നു. അപ്പോൾ ഞാനിത് ഒരു വിസിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാനിത് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2-3 മിനിറ്റ് ഇതുപോലെ വെച്ചിരുന്ന് വേവിച്ചെടുക്കും. എങ്കിലേ ആ അരപ്പ് വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പരുവായിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു പച്ചക്കായ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. മൂപ്പിച്ചെടുത്തിട്ട് ഈ താളിച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഈ പച്ചക്കായ കൊണ്ടുള്ള തോരൻ ഇഷ്ടമാണെന്നോടി ഒന്ന് പറയണേ. വേണ്ട. അപ്പോൾ ഇതിപ്പോൾ ഞാനിനി ഉച്ചത്തേക്ക് വേണ്ടിയിട്ടേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ താളിച്ചൊഴിച്ച ശേഷം കുക്കർ മൂടിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് കുറേ പണികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കിച്ചണിലേക്ക് വന്നു.
അപ്പോൾ നമ്മളുടെ മുരിങ്ങക്കായ ഇട്ട് വെച്ച പരിപ്പ് കറിയും ഈ ഒരു വാഴക്കാ തോരനും മുട്ട പൊരിച്ചതും പിന്നെ നല്ല നാരങ്ങ അച്ചാറും, ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. നല്ല റാഹത്തായിട്ട് ഞാനിങ്ങനെ കഴിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ചോറിനൊപ്പം ഇതുപോലെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത അച്ചാറാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ ശേഷം റിസ്വാൻ അവൻ്റെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വീണ്ടും പഴയപടി ഓരോ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ചായക്ക് നേരമായി. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ഞാൻ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മൈദ മാവും അതിനൊപ്പം തന്നെ ഞാൻ 1 സ്പൂണ് വറുത്ത അരിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കുറച്ച് ഏലക്കാപ്പൊടിയും കറുത്ത എള്ളും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ചേർക്കണം എന്തിനെന്ന് വെച്ചാൽ നല്ല ഒരു മൊരുമൊരുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വാഴയ്ക്കപ്പത്തിന് ബാറ്റർ കലക്കിയെടുക്കുന്നത്. എന്നിട്ട് ഞാൻ പഴുത്ത പഴം ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഏത്തപ്പഴം വല്ലാതെ പഴുത്തു പോരുത് കേട്ടോ. വല്ലാതെ പഴുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കും. അപ്പം ഈ ഒരു പരുവത്തിൽ പഴുത്ത പഴമാണ് വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത്. പിന്നെ പച്ചപ്പഴവും ആയിപ്പോരുത് കേട്ടോ. ഈ ഒരു പരുവം ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലാണ് വാഴയ്ക്കപ്പത്തിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പം ഞാൻ ഏത്തപ്പഴം എല്ലാം ഇതിലേക്ക് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഈ ഓരോ ഏത്തപ്പഴവും മാവ് കോട്ട് ചെയ്ത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു സൈഡ് റെഡിയാകുമ്പോൾ തന്നെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഈ വാഴയ്ക്കപ്പം റെഡിയാവുന്നതിനനുസരിച്ച് ഞാൻ ചായക്ക് വേണ്ടിയിട്ട് പാലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ നമ്മൾ ചൂടോടുകൂടി കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വെച്ച് തണുത്ത ശേഷം ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണേ. അപ്പം ഞാൻ അതൊരു ഹോട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ ചായ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ ചായയും അടിച്ചൊഴിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്നാക്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതെന്ന്. നല്ല ക്രിസ്പി അല്ലേ? പിന്നെ അടുപ്പത്തുനിന്ന് എടുത്തിട്ട് വന്ന സാധനം. അപ്പോൾ ഇന്നത്തെ ഈ ലഞ്ചും ഈവനിങ് സ്നാക്കും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.